തിരുവേഗപ്പുറ പാലം അതിൻ്റെ സ്ലാബിന് ചെറിയ രീതിയിലുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗതാഗത തടസ്സം നേരിടുകയാണ്. കഴിഞ്ഞ ദിവസം കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഞ്ചിനീയർമാരടക്കമുള്ളവർ ഇവിടെ സന്ദർശിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അപ്പുറത്തെ കോട്ടക്കൽ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ, 2 പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർമാരടക്കമുള്ള ജനപ്രതിനിധികളും എല്ലാവരും സന്ദർശിച്ചിരുന്നു. ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് ഇന്ന് ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാസഞ്ചർ വാഹനങ്ങൾക്ക് റോഡ് പരിശോധിച്ച് തുറന്നു കൊടുക്കാനുള്ള നിർദ്ദേശമാണ് അവർ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹെവി വാഹനങ്ങൾ, പ്രത്യേകിച്ച് വളരെ വലിയ ലോഡുകളുള്ള വാഹനങ്ങൾ താൽക്കാലികമായിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതിനുശേഷം വളരെ വേഗത്തിൽ ഇത് സ്കീമുണ്ടാക്കിയതിൻ്റെ ബാക്കി അറ്റകുറ്റ പണികൾ നടത്തണം. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് തന്നെ തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ അതിന് ഫണ്ട് അനുവദിക്കാനും മറ്റു നടപടി സ്വീകരിക്കാമെന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനെ തന്നെ നടക്കും. നാളെ ഉച്ചയോടുകൂടി പാസഞ്ചേഴ്സിന്, നാളെ രാവിലെ ചിലപ്പോൾ തുറന്നു കൊടുത്തോളണമെന്നില്ല, ഉച്ചയോടുകൂടി പാസഞ്ചേഴ്സിന് തുറന്നു കൊടുക്കും. അപ്പോൾ ബസ്സുകളൊക്കെ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുശേഷം നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അടച്ചിടേണ്ടി വരും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പുതിയ പാലം എന്ന് പറയുന്ന കാര്യത്തിന് കൂടിയുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പുതിയ പാലത്തിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഇതിൻ്റെ റിപ്പയറും മറ്റ് വർക്കുകളൊക്കെ നടക്കുക മലപ്പുറം ജില്ലയിൽ നിന്നാണ്. നമ്മൾ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫണ്ട് അനുവദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും അതിൻ്റെ മറ്റു വർക്കുകളും മോണിറ്ററിങ്ങും നടക്കേണ്ടത് മലപ്പുറം ജില്ലയിലാണ്. മഞ്ചേരി AXC, തിരൂർ AE ആണ് ഇതിൻ്റെ ചുമതലയുള്ള ബ്രിഡ്ജിൻ്റെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അവിടുന്ന് നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന കാര്യങ്ങൾ പട്ടാമ്പി മണ്ഡലത്തിലോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലോ അല്ലാത്തത് കൊണ്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയില്ലെങ്കിലും മറ്റു കാര്യങ്ങൾ, അതിന് ഫണ്ട് അനുവദിക്കുകയും മറ്റു സാങ്കേതിക കാര്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്തുള്ള MLAയും അതുപോലെ തന്നെ ഇപ്പുറത്ത് ഞാനുമൊക്കെ അതുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻ നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അതുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് വളരെ വേഗത്തിൽ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ റിപ്പയർ പ്രവർത്തനത്തിനുള്ള നടപടിയാണ് ആദ്യം തന്നെ സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് അറിയിക്കുക.